ഏറ്റവും അടിയന്തരമായി പരിശോധിക്കേണ്ട ഒരു വിഷയം അവിടെയുണ്ട്. ഈ കോഴിക്കോട് ബസ് ടെർമിനൽ ഏത് നിമിഷവും തകർന്ന് വീഴാവുന്ന നിലയിലാണ്. ഗോകുൽ കെ വേണുഗോപാലാണ് നമ്മളോടൊപ്പം കോഴിക്കോട് നിന്ന് ചേരുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ അന്വേഷണ കൗണ്ടറിന് സമീപത്തെ മേൽക്കൂര അവിടെ തകർന്നു വീണിരുന്നു. ടെർമിനലിന് ബലക്ഷയമുണ്ടെന്നും അപകടാവസ്ഥയിലാണെന്നും മദ്രാസ് IIT റിപ്പോർട്ട് നൽകിയതാണ്. എന്നിട്ടും ഇതുവരെ നടപടി സ്വീകരിക്കാതെ അധികൃതർ അനാസ്ഥ തുടരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങളും യാത്രക്കാരും വിശേഷാൽ ജീവനക്കാരും ഒരുപോലെ ഭീതിയിലാണ് ഇവിടെ ഉള്ളതും. ഗോകുലിലേക്കാണ്. ഗോകുൽ, ഗുഡ് മോർണിംഗ്. എന്തായാലും പ്രതീക്ഷിച്ച ശുഭവാർത്തയല്ല നമ്മൾ വാർത്താപുലരിയിൽ ആദ്യം പരിശോധിക്കുന്നത്. ഈ കോഴിക്കോട് ബസ് ടെർമിനൽ, KSRTC ബസ് ടെർമിനൽ, ഇത് ഉയർത്തുന്ന അപകട ഭീതി അത് എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിച്ചേ മതിയാകൂ. ഗുഡ് മോർണിംഗ് അനു. നമുക്കറിയാം ഈ KSRTC കോഴിക്കോട് KSRTC ബസ് ടെർമിനലിനെ പറ്റി നിരന്തരം നമുക്ക് വാർത്ത ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. 2015 ഇത്തരത്തിലൊരു ബസ് ടെർമിനൽ 75 കോടി രൂപ ചെലവിട്ടുകൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കിയത്. അതിന് 7 വർഷം മുമ്പേ തന്നെ ഇതിന്റെ ചർച്ചകളും പ്രാരംഭ പണികളൊക്കെ ആരംഭിച്ചിരുന്നു. 2008 ആരംഭിച്ച് 2015 കൂടിയിട്ടാണ് പണി പൂർത്തിയാക്കിയത്. ആദ്യം 53 കോടി രൂപ എസ്റ്റിമേറ്റ് പ്രകാരമാണ് പണി തുടങ്ങിയതെങ്കിലും പണി പൂർത്തിയാവുന്ന സമയത്ത് 75 കോടിയോളം രൂപയായി. അതിൽ ഈ KSRTC ബസ് സ്റ്റാൻഡിന്റെ ടെർമിനലിന്റെ തൂണുകൾക്ക് ബലക്ഷയമുണ്ട് എന്നും ബീമുകൾക്ക് ബലക്ഷയമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പഠനം 18 മാസം എടുത്തുകൊണ്ട് കഴിഞ്ഞ 2023 മെയ് മാസത്തിൽ പൂർത്തിയാക്കിയതാണ്. അതിന് 80% തൂണുകൾക്ക് ബലക്ഷയമുണ്ട്, 98% ബീമുകൾക്ക് ബലക്ഷയമുണ്ട്. ഇത് അടിയന്തരമായി പരിഹരിക്കേണ്ടതാണ്. ഇതിനായിട്ട് 33 കോടി രൂപ ചെലവഴിക്കുകയും ചെയ്തു. 9 മാസം കൊണ്ട് ആ പണി പൂർത്തിയാക്കണം എന്ന ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ മദ്രാസിലുള്ള പ്രബൽ എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് കരാറ് കൊടുക്കുകയും ചെയ്തു. ആ കരാറ് കൊടുത്ത് ഈ പണി 33 കോടി രൂപയുടെ കരാറ് കൊടുത്തതിന് ശേഷം ആ പണി എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള അപകട സാധ്യതയുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നതും. ഈ ഈ സ്ലാബുകൾ പൊളിഞ്ഞു വീണത് കഴിഞ്ഞ ദിവസം രാത്രി ആയതിനാലാണ് വലിയ തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവായത്. അന്വേഷണ കൗണ്ടറിന് മുമ്പിൽ സമീപത്തുള്ള സ്ലാബാണ് തകർന്ന് താഴേക്ക് വീണത്. ഇപ്പോൾ അതിന് താഴെയായിട്ട് ഈ മുകളിലുള്ള സ്ലാബുകൾ തകർന്ന് വീണതിന് കൃത്യമായ സ്ഥലം അടയാളപ്പെടുത്തിക്കൊണ്ട് താഴെ കയറ് കെട്ടി ആള് ആ വഴി പോവാതിരിക്കാനുള്ള ഒരു സംവിധാനം മാത്രമാണ് അവിടെ ഏർപ്പാടാക്കിയിട്ടുള്ളത്. KSRTC ബസ് കോംപ്ലക്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിരവധി പരാതികളായിരുന്നു. ബസ് ശരിയായിട്ട് അതിനുള്ളിലേക്ക് കയറാൻ പോലും സാധിക്കാത്ത രീതിയിൽ വലിയൊരു കെട്ടിടം പണിഞ്ഞ് നിർത്തുന്നു എന്നതിനപ്പുറത്തേക്ക് അതിനെ കൊണ്ട് വലിയൊരു ഉപകാരമില്ലാത്തൊരു രീതിയാണ്. എന്നാൽ അത് മനുഷ്യന്റെ ജീവൻ അപകടം വരുത്തുന്ന രീതിയിലേക്ക് കൂടി മാറാൻ തുടങ്ങിയിരിക്കുന്നു. ഈ കേവലം 8 വർഷം കൊണ്ട്, അതായത് നിർമ്മാണം പൂർത്തിയാക്കി 8 വർഷം കൊണ്ട് അതിന്റെ സ്ലാബുകൾ ഒടിഞ്ഞു വീഴാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ബലക്ഷയത്തെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഇതിന്റെ 75 കോടി രൂപ മുടക്കി നിർമ്മിച്ച ഈ നിർമ്മാണം എന്തിനു വേണ്ടിയായിരുന്നു എന്നൊരു ചോദ്യമാണ് പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്. ആദ്യം നേരത്തെ പറഞ്ഞതുപോലെ 53 കോടി രൂപ ചിലവിലാണ് പണി തുടങ്ങിയത്. എന്നാൽ 75 കോടിയോളം രൂപ എടുത്തു. അതായത് തീരുമാനിച്ചതിൽ എസ്റ്റിമേറ്റ് പ്രകാരമുള്ളതിനെക്കാട്ടിലും 22 കോടിയോളം രൂപ അധികം ചിലവഴിച്ചിട്ടാണ് ഇത്തരത്തിലൊരു ടെർമിനൽ നിർമ്മിക്കുന്നത്. എന്നാൽ നിരന്തരമായ പരാതികൾ വരുന്നു. ഇത്തരത്തിലുള്ള തൂണുകൾക്ക് ബലക്ഷയമുണ്ടെന്നും ബീമുകൾക്ക് വിള്ളലും ഉണ്ടാവുന്ന സമയത്തിൽ അത് പഠിക്കാൻ വേണ്ടി മദ്രാസ് IIT ചുമതലപ്പെടുത്തുകയും അവർ 13 മാസം എടുത്ത് പഠിക്കുകയും ചെയ്തു. 13 മാസം എടുത്ത് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചത് 2023 മെയ് മാസത്തിൽ. അതായത് 2022 ആദ്യം തൊട്ട് ഈ KSRTC ബസ് ടെർമിനലിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. മനസ്സിലാക്കേണ്ടത് 2015 ഉദ്ഘാടനം കഴിഞ്ഞത്. 2015 ഉദ്ഘാടനം കഴിഞ്ഞ 75 കോടി മുടക്കി നിർമ്മിച്ച ഒരു കോംപ്ലക്സിനെ കുറിച്ച്, അതിന് ബലക്ഷയവും അതിന് വിള്ളലും വന്നതിനെ കുറിച്ച് പഠിക്കാൻ 7 വർഷത്തിന് ശേഷം ഒരു സമിതിയെ രൂപീകരിക്കുന്നു. ആ സമിതി 13 മാസം എടുത്ത് റിപ്പോർട്ട് സമർപ്പിക്കുന്നു. 13 മാസം എടുത്ത് റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം 33 കോടി രൂപ ചിലവിൽ അതിന്റെ തകരാറുകൾ പരിഹരിക്കാൻ തീരുമാനമാകുന്നു. എന്നാൽ അത്തരത്തിലുള്ള ഒരു നടപടിയും അവിടെ ഉണ്ടാവുന്നില്ല. പണം കണ്ടെത്താൻ സാധിക്കാത്തതാണ് ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് കടക്കാൻ സാധിക്കാത്തത്. അത് ഇത്തരത്തിലുള്ള അപകടങ്ങളിലേക്കും മറ്റും വിളിച്ചു വരുത്തുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. അടിയന്തരമായി ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വലിയ അപകട വാർത്ത നമുക്ക് അങ്ങനെ തന്നെ പറയേണ്ടി വരും. അപകട വാർത്ത തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യത്തിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പം പൊളിഞ്ഞു വീണ സീലിംഗ് ആണ്. അതിലേക്കൂടെ ആളുകൾ കടന്നു പോകാതിരിക്കാൻ വേണ്ടി അതിന്റെ താഴെ കയറ് കെട്ടി ആളുകൾ അങ്ങോട്ടേക്ക് കടക്കുന്നത് തടഞ്ഞിരിക്കുകയാണ്. അടിയന്തരമായി ഈ പ്രബൽ എന്ന് പറയുന്ന കമ്പനിയുമായി ബന്ധപ്പെടുകയും അവർക്ക് കരാറ് കൊടുത്ത തുക പ്രകാരമുള്ള തുക കൈമാറി അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 80% ബീമുകൾക്ക് ബലക്ഷയമുണ്ട് എന്നാണ് കണ്ടെത്തൽ. 80% തൂണുകൾക്കും 98% ബീമുകൾക്കും ബലക്ഷയമുണ്ട് എന്നാണ് കണ്ടെത്തൽ. ഇത്തരത്തിൽ വലിയൊരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടും കുറേയധികം സമയമെടുത്ത് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടും അത് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ആയിരക്കണക്കിന് ജനങ്ങൾ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള KSRTC ബസ്സുകൾ വരുന്ന സംസ്ഥാനത്തെ വിവിധ മേഖലകളിലേക്കുള്ള ആളുകൾ യാത്ര ചെയ്യുന്ന സ്ഥലത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറാക്കുന്നത് KSRTCയുടെ അലംഭാവം തന്നെയാണ്. അതിനെതിരെ അടിയന്തരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന പൊതുജനാഭിപ്രായം ഉയർന്നു വരുന്നുണ്ടായിരുന്നു. തീർച്ചയായും ഈ റിപ്പോർട്ട് സമർപ്പിച്ച
പ്രവർത്തിച്ചിട്ട് 1 വർഷമായി ഗോകുൽ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ അന്ന് ഗതാഗത മന്ത്രിയായിരുന്ന ആന്റണി രാജുവാണ്. ആന്റണി രാജുവിനാണ് ഈ റിപ്പോർട്ട് മദ്രാസ് IIT സമർപ്പിച്ചത്. IIT-യിലെ സ്ട്രക്ചറൽ വിഭാഗമാണ് പഠനം നടത്തിയത്. ഗൂഗിൾ പല ആവർത്തി ചൂണ്ടിക്കാട്ടിയ പോലെ തന്നെ മാസങ്ങളെടുത്തുള്ള വിശദമായ പഠനം, അതിനുശേഷം ഈ റിപ്പോർട്ട് അതിൽ 95% തൂണുകൾ, അതോടൊപ്പം തന്നെ 80% ബീമുകൾ, 20% സ്ലാബുകൾ എന്നിവയാണ് ശക്തിപ്പെടുത്തണമെന്ന് പറയുന്നത്. ഈ തൂണുകളിലെ വിള്ളലടച്ച് ബലപ്പെടുത്തണം എന്നൊക്കെ വ്യക്തമായിട്ട് എഴുതിയിട്ടുമുണ്ട്. ഈ നവീകരണ ജോലിക്ക് പോലും 30 കോടി രൂപ ആകുമെന്നാണ് ഏകദേശ കണക്കുകൂട്ടൽ അന്ന് ഉണ്ടായിരുന്നത്. ഇത് പിന്നീട് ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നൊക്കെ ആയിരുന്നു അന്ന് ഗതാഗത വകുപ്പ് അറിയിച്ചിരുന്നതും. ഒടുവിൽ മന്ത്രി മാറുന്നു, ഇതിൽ നടപടിയില്ല. ആന്റണി രാജു തന്നെയാണെന്ന് കുറേ നാൾ മന്ത്രിയായിട്ട് തുടർന്നതും. പക്ഷേ യാതൊരുവിധ നടപടിയും എടുത്തില്ല എന്ന് വേണം നമുക്കിപ്പോഴുള്ള അവിടുത്തെ അവസ്ഥ അനുസരിച്ച് മനസ്സിലാക്കേണ്ടതും. ഇനിയെങ്കിലും ഇത് നടപ്പിലാക്കിയില്ലെങ്കിലുള്ള ഒരു അപകടാവസ്ഥ എത്രത്തോളം ഭയാനകമായിരിക്കുമെന്നാണ് ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതും സർക്കാരിന് മുന്നിൽ ഇത് ശ്രദ്ധയിൽപ്പെടുത്താനായി വയ്ക്കുന്നതും. ഗൂഗിൾ ഈ നവീകരണ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താനാകാത്തതാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നതെന്ന് പറയുന്നു. ജീവന് ഭീഷണിയാകുന്ന ഇത്തരത്തിലുള്ള കാര്യത്തിനാണ് ധനവകുപ്പ് ഈ ധനം അല്ലെങ്കിൽ അടിയന്തര തുക അനുവദിക്കാത്തത് എന്നുള്ളത് എത്രമാത്രം ഗുരുതര അനാസ്ഥയാണ്. കാരണം ഈ ഒരു റിപ്പോർട്ടിന് ശേഷമാണല്ലോ നമ്മൾ കേരളത്തിൽ നവകേരള സദസ്സ് കണ്ടത്, കേരളീയം കണ്ടത്, ഇനി ലോക കേരള സഭ കണ്ടത്. ഇതിനൊക്കെ പണം അനുവദിക്കാനായി ധനവകുപ്പിന്റെ കയ്യിൽ ഖജനാവിൽ പണമുണ്ട് താനും. അതുതന്നെയാണ് പറയുന്നത്. സർക്കാരിന് താല്പര്യമുണ്ട് എന്ന് തോന്നുന്ന, അല്ലെങ്കിൽ അവർക്ക് വേണമെന്ന് തോന്നുന്ന പരിപാടികൾ നടത്താനും സംഘടിപ്പിക്കാനൊക്കെ പണമുണ്ട്. ഈ പറഞ്ഞതുപോലെ നവകേരള സദസ് കൊണ്ടൊക്കെ ഏതെങ്കിലും ഒരു ജനത്തിന് ഉപകാരം ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് ഇതുവരെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. നിരന്തരം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മന്ത്രിമാരടങ്ങുന്ന സംഘം യാത്ര ചെയ്യുന്നതിനപ്പുറത്തേക്ക് അത് LDF-ന്റെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയുടെ രീതിയിലാണ് നടന്നത് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ആദ്യം മുതലേ ഉണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് സാധാരണപ്പെട്ട ജനങ്ങളുടെ പരാതി പരിഹരിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവോ അല്ലെങ്കിൽ അറിയിപ്പുകളോ ഒന്നും നമുക്ക് ലഭിക്കുന്നില്ല. വിവരാവകാശ രേഖ പ്രകാരം ചില കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും അത് ഈ ഓഫീസിൽ നിന്നല്ല ലഭിക്കേണ്ടത്, മറ്റൊരു ഓഫീസിലേക്കാണ്, അങ്ങോട്ടേക്ക് കൈമാറും എന്ന തരത്തിലുള്ള അറിയിപ്പുകളാണ് ലഭിക്കുന്നത്. ഇത്തരത്തിൽ സർക്കാരിന് ദൂർത്ത് എന്ന രീതിയിൽ തോന്നുന്ന, അല്ലെങ്കിൽ സർക്കാരിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും അത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പണം സർക്കാരിന്റെ ഖജനാവിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ ജനങ്ങൾക്ക് അപകടമാവുന്ന, ജനങ്ങളുടെ ജീവന് ഭീഷണിയാവുന്ന കോഴിക്കോട് KSRTC കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് യാത്രക്കാർ നിരന്തരം വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. 100 കണക്കിന് KSRTC ബസ്സുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ നിരവധി വാർത്തകൾ ഈ KSRTC ബസ് കോഴിക്കോട് KSRTC കോംപ്ലക്സിന്റെ ബലക്ഷയവുമായി ബന്ധപ്പെട്ടും അതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താത്തതുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ എടുത്തു പറഞ്ഞൊരു കാര്യം, 2015-ലാണ് ഈ KSRTC കോംപ്ലക്സിന്റെ പണി തീരുന്നത്. 15-ൽ തീർന്ന് 6 വർഷം കൊണ്ട് തന്നെ അതിന്റെ ബലക്ഷയത്തെ സംബന്ധിച്ച് ഒരു പഠനം നടത്താൻ വേണ്ടി ഒരു സമിതിയെ രൂപീകരിക്കേണ്ടി വന്നു. കേട്ടുകേഴ്വില്ലാത്തൊരു സംഭവമാണ്. ഏതെങ്കിലും ഒരു സർക്കാർ സമിതി 75 കോടി രൂപ മുടക്കിയിട്ടാണ് ഈ കോംപ്ലക്സ് നിർമ്മിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നിർമ്മിച്ച, കോടിക്കണക്കിന് രൂപ കൊടുത്ത് നിർമ്മിച്ച ഒരു കെട്ടിടത്തിന് ബലക്ഷയമുണ്ട്, ബീമുകൾക്ക് ബലക്ഷയമുണ്ട്, സ്ലാബുകൾ തകരാറിലാണ് എന്നത് സംബന്ധിച്ചൊരു പഠനം നടത്താൻ ആ കെട്ടിടം നിർമ്മിച്ച 6 വർഷത്തിന് ശേഷം ഒരു സമിതിയെ രൂപീകരിക്കുന്നു പറഞ്ഞാൽ ഇതുവരെ കേട്ടുകേൾവില്ലാത്ത. അപ്പൊ ഏത് രീതിയിലായിരുന്നു അതിന്റെ നിർമ്മാണം നടന്നത്? ആദ്യം കരാർ കൊടുത്ത കമ്പനിക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടന്നിട്ടുണ്ടോ? ഒരു സംഭവമാണ് റിപ്പോർട്ടിലുമുള്ളത് ഗൂഗിൾ. കാരണം കെട്ടിട സമുച്ചയത്തിന്റെ രൂപകൽപ്പനയിൽ തന്നെ അപാകത ഉണ്ടെന്നാണ് ആ റിപ്പോർട്ടിന്റെ കണ്ടെത്തൽ. അത് സ്ട്രക്ചറൽ ഡിസൈൻ ഉൾപ്പെടെ മാറ്റിയിട്ടുണ്ട് എന്ന് വിജിലൻസ് നേരത്തെ കണ്ടെത്തിയിരുന്നതാണ്. അത്രത്തോളം ഗുരുതരമാണ് അവിടുത്തെ അവസ്ഥ എന്ന് വേണം മനസ്സിലാക്കാനും. അതെ. എന്നിട്ടും ആ കമ്പനി, അല്ലെങ്കിൽ ആദ്യം കരാറെടുത്ത് ഏറ്റെടുത്ത് ചെയ്ത കമ്പനികൾക്ക് യാതൊരു നടപടിയും സ്വീകരിക്കാതെ ഇതിന്റെ ടെൻഡർ മറ്റൊരു കമ്പനിക്ക് ആദ്യം 22 കോടി രൂപയ്ക്കായിരുന്നു ഈ അറ്റകുറ്റപ്പണി നടത്താൻ വേണ്ടിയിട്ടുള്ള ടെൻഡറുകൾ ആദ്യം വിളിച്ചത്. എന്നാൽ അതിന് ആ തുകയ്ക്ക് ആരും കരാർ ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നെയാണ് 32 കോടി 32നും 33നും ഇടയ്ക്കുള്ള കോടി തുകയ്ക്ക് കർണാടക ബേസിലുള്ള പ്രബൽ എന്ന് പറയുന്ന കമ്പനി മുന്നോട്ടേക്ക് വരുന്നത്. എന്നാൽ അവർക്ക് പണം കണ്ടെത്തി നൽകാൻ സർക്കാരിന് സാധിച്ചില്ല. അത് തന്നെയാണ് അനു നേരത്തെ സൂചിപ്പിച്ച കുറ്റകരമായ KSRTCയുടെ അനാസ്ഥ. ഇതിനുവേണ്ടി സാധാരണപ്പെട്ട ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് ആവശ്യമായി പണം കണ്ടെത്താൻ സർക്കാരിന് സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ സർക്കാർ എന്തിനാണ് പ്രവർത്തിക്കുന്നത് എന്ന ചോദ്യം പ്രധാനമായിട്ടും ജനങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഈ സീലുകൾ, ഈ മഴക്കാലമാണ്, ഈ ഒരുപാട് നിരവധി സ്ഥലങ്ങളിൽ ചോർച്ചയുണ്ട്. ഈ ചോർച്ചയുടെ മൂലമാണ് ഇത്തരത്തിൽ ഒരു അപകടം നടന്നതെന്നാണ് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കാര്യമായ മഴയൊന്നും പെയ്തിട്ടില്ല, വലിയ ശക്തമായ മഴയൊന്നും പെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസം ഒരു 2 മണിക്കൂർ മഴ പെയ്തു. ആ 2 മണിക്കൂർ മഴ പെയ്ത സമയത്താണ് ഇത്തരത്തിൽ ഈ സീലിംഗ് പാടെ തകർന്ന് താഴേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വരും ദിവസങ്ങളിൽ കനത്ത മഴയാണ് പെയ്യുന്നത്. KSRTC കോംപ്ലക്സ് മുഴുവൻ ചോർച്ചയാണ് എന്നൊരു പഠനമാണ്
നേരത്തെ NIT സംഘം നടത്തിയിട്ടുള്ളത്. ഇതൊന്നും പരിഹരിക്കാതെ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ അല്ലെങ്കിൽ ഇതിലും ഗുരുതരമായിട്ടുള്ള അപകടങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട് തന്നെയാണ് എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ കക്ഷികളും മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ പറയുന്നത്. ഇത് പരിഹരിക്കാനുള്ള നടപടിയാണ് KSRTC ആണ് സ്വീകരിക്കേണ്ടത്. അത് പരിഹരിക്കണമെന്ന ആവശ്യം സംബന്ധിച്ച റിപ്പോർട്ടുകളും KSRTCയുടെ പക്കലുണ്ട്. അതിനാവശ്യമായ നടപടിയിലേക്ക് അവർ കടക്കുകയും ചെയ്തു. എന്നാൽ അത് നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് KSRTC കുറ്റകരമായ അനാസ്ഥയായി തുടരുന്നത്. അത് പരിഹരിക്കേണ്ടത് തന്നെയാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള അപകട വാർത്തയായി നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ഭാഗ്യം കൊണ്ട് ജനങ്ങൾ രക്ഷപ്പെട്ടു, യാത്രക്കാർ രക്ഷപ്പെട്ടു, രാത്രി ആയതിനാൽ ആൾക്കാർ ഉണ്ടായിരുന്നില്ല എന്ന രീതിയിലാണ് നമ്മൾ വാർത്ത കൊടുക്കുന്നത്. എന്നാൽ ഇത് പരിഹരിക്കാതെ ഇത് കണ്ടില്ലെന്ന് നടിച്ച് KSRTC മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള അപകട വാർത്ത തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് KSRTC അധികൃതർ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണം തന്നെയാണ് പൊതുജനങ്ങൾക്ക് പറയാനുള്ളത്. നമുക്ക് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. 2 ദിവസം പിന്നിട്ടതിന് ശേഷവും ഈ സീലിംഗ് മാറ്റാനോ അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികൾ നടത്താനോ മുൻകൈ എടുക്കാൻ KSRTC തയ്യാറാവുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ മറ്റൊരു കമ്പനി ഏൽപ്പിച്ചതാണെന്നും അത് ചെയ്യേണ്ട ഉത്തരവാദിത്തം അവരാണ് എന്നുമാണ് KSRTC ജീവനക്കാർ പറയുന്നത്. സ്വാഭാവികമായിട്ട് KSRTC ജീവനക്കാരെ നമുക്ക് കുറ്റം പറയാനൊന്നും സാധിക്കില്ല. ചെയ്യേണ്ടത് KSRTC ആണ്. അതിനാവശ്യമായ പണം കണ്ടെത്തേണ്ടത് അവരാണ്. നടപടികളിലേക്ക് കടക്കേണ്ടതും KSRTC അധികൃതരാണ്. KSRTC മന്ത്രിയൊക്കെ മാറിക്കഴിഞ്ഞിട്ടും KSRTCയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടായിട്ട് ഒന്നും സംഭവിക്കുന്നില്ല. ചില അപരിഷ്കൃതമായ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി KSRTC മന്ത്രി നടത്തുന്നു. അതിനെതിരെ വലിയ ഡ്രൈവിംഗ് യൂണിയനൊക്കെ സമരം നടത്തുന്നതിനപ്പുറത്തേക്ക് വാർത്തയിൽ ഇടം നിറഞ്ഞു നിൽക്കുക എന്നതിനപ്പുറത്തേക്ക് പൊതുജനങ്ങളെ ബാധിക്കുന്ന അല്ലെങ്കിൽ KSRTCയെ ബാധിക്കുന്ന, KSRTCയെ നവീകരിക്കുന്ന, ഗതാഗത വകുപ്പിനെ നവീകരിക്കുന്ന, യാത്രക്കാർക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ ഈ മാറി വന്ന ഗണേഷ് കുമാറിന് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇത് വളരെ അടിയന്തരമായി ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഒരു അറ്റകുറ്റപ്പണികൾക്ക് 33 കോടി രൂപ മാറ്റിവെക്കുക, അതായത് എത്രയാണോ കെട്ടിടം നിർമ്മിക്കാൻ ചിലവായ തുക അതിന്റെ പകുതിയോളം തുക തന്നെ അറ്റകുറ്റപ്പണിക്ക് മാറ്റിവെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും അതിന്റെ ഗൗരവം എത്രത്തോളം ഉള്ളതാണ് എന്ന്, ആ കെട്ടിടത്തിന്റെ ഗൗരവം എത്രത്തോളം ഉള്ളതാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു റിപ്പോർട്ടായിരുന്നു NIT സംഘം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പോലും ഒരു നടപടി സ്വീകരിക്കാൻ വേണ്ടി ഈ വകുപ്പ് തല നടപടികൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് 1 വർഷമാവുന്നു. 2023 മെയ് മാസത്തിലാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് സമർപ്പിച്ചതും ഈ പ്രബൽ എന്ന് പറയുന്ന കമ്പനിക്ക് ഇതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താനുള്ള ചുമതല നൽകിയതും 2024 മെയ് മാസം കഴിയാൻ പോവുകയാണ്. 1 വർഷം കഴിഞ്ഞതിന് ശേഷവും ഈ കരാർ പൂർത്തിയാക്കാനോ അതിന്റെ നടപടികളിലേക്ക് കടക്കാനോ സാധിച്ചിട്ടില്ല. 2023 കരാർ കൊടുത്ത സമയത്ത് 9 മാസത്തിനകം പണി പൂർത്തിയാക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെയും KSRTC തന്നെയാണ്. KSRTCക്ക് പണം കണ്ടെത്തി നൽകാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. പക്ഷേ അത് പറഞ്ഞുകൊണ്ട് കൈ കഴുകാൻ KSRTCക്ക് ആവില്ല. പണം നൽകാൻ സാധിച്ചില്ല എന്നതുകൊണ്ട് KSRTCക്ക് ഇതിൽ നിന്നും കൈ കഴുകാനോ അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കാനോ ആവില്ല. കാരണം യാത്രക്കാരെ ബാധിക്കുന്ന വിഷയമാണ്. സാധാരണക്കാരായ ജനങ്ങൾ യാത്ര ചെയ്യുന്ന കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട് KSRTC കോംപ്ലക്സ്. സ്വാഭാവികമായിട്ടും അടിയന്തരമായിട്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നത് തന്നെയാണ്. അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. തീർച്ചയായും റോഡ് സുരക്ഷ കണക്കിലെടുത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം പോലും അടിയന്തരമായി നടപ്പിലാക്കാൻ മുതിർന്ന ഒരു ഗതാഗത മന്ത്രിയാണ് നമുക്കുള്ളത്. എന്തായാലും ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ശ്രദ്ധയിലേക്കും അതുപോലെ സർക്കാരിന്റെ ശ്രദ്ധയിലേക്കും ഞങ്ങൾ ഈ വിഷയം മുന്നോട്ട് വയ്ക്കുകയാണ്. കോഴിക്കോട് KSRTC ബസ് ടെർമിനലിന്റെ കാര്യമാണ്. ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന ഒരു അവസ്ഥ അവിടെ നേരിട്ട് പോയാൽ തന്നെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടാൻ കഴിയും. എന്തായാലും അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ എത്രയും വേഗം ഇതിന് പരിഹാരം ഉണ്ടാക്കണമെന്നുള്ളൊരു അപേക്ഷയാണ് ജനങ്ങൾക്കും ഒപ്പം ഞങ്ങൾക്കും മുന്നോട്ട് വയ്ക്കാനുള്ളത്.